ക്യാപ്റ്റൻ അല്ല കോപ്പാണെന്ന് കൂടെയുള്ളവർ പറഞ്ഞു തുടങ്ങി. ഇനിയെങ്കിലും വീട്ടിൽ കുത്തിയിരുന്നു കൂടെ. പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റു തുന്നം പാടിയതെന്ന് പാർട്ടിയിൽ പൊട്ടിത്തെറി ശക്തമാണ്. അഹങ്കാരം, വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും അഹങ്കാരം. ജനങ്ങൾ ഒടിച്ചുകുത്തി മൂലക്കിരുത്തിയത് തന്നെയാണ്. പിണറായിയെ വലിച്ചു കീറി മുൻ മന്ത്രി പി രാജീവും ചിലതൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ തെരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ തന്നെ പറ്റിയ അബദ്ധമായിരുന്നുവെന്നാണ് രാജീവ് ഇന്ന് തുറന്ന് സമ്മതിക്കുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തിരിച്ചടിയായതായിട്ട് CPM നേതാവ് പി രാജീവ് കൂടി വെളിപ്പെടുത്തുമ്പോൾ പാർട്ടിയിലെ പുകച്ചിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. EMSന്റെ ലോകം ദേശീയ സെമിനാർ വേദിയിൽ വെച്ചായിരുന്നു പി രാജീവ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പിണറായിയുടെ PR ടീമിന്റെ വാചകമായിരുന്നു ഈ ക്യാപ്ഷൻ തന്നെ. അതിൽ നിറഞ്ഞു നിന്നത് ധാർഷ്ട്യമായിരുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട്, ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടടാ എന്ന ജനങ്ങളെ അടിമകളാക്കിയ അഹങ്കാരം നിറഞ്ഞ വാക്ക്. ജനം പറഞ്ഞു UDF ഉണ്ടെന്ന്. വിജയത്തിന് ശേഷം UDFന്റെ വാചകം ഇങ്ങനെയായിരുന്നു. ഇന്ന് രാജീവ് കൂടി ഈ ക്യാപ്ഷനെതിരെ തുറന്നടിച്ച് ചില വെളിപ്പെടുത്തലുകൾ പറയുമ്പോൾ പിണറായിക്കിട്ടുള്ള താങ്ങാണ് വ്യക്തമായി പുറത്തേക്ക് വരുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്നാണ് പാർട്ടിയിലെ മുഴുവൻ വിലയിരുത്തൽ. ആളുകൾക്കിടയിൽ അത് മറ്റൊരു ബോധം രൂപപ്പെടുത്തി. വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും രാജീവ് തുറന്നടിച്ചു. അടിമുടി സംഘടനാ ദൗർബല്യമുണ്ടെന്ന് സമ്മതിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട്. സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ജില്ലാ, ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലം വരെ എത്തിച്ച് പ്രാവർത്തികമാക്കുന്നതിൽ ഓരോ ഘടകത്തിൻ്റെയും നേതൃത്വത്തിന് പോരായ്മയുണ്ടായി. ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെക്കുറിച്ച് കമ്മിറ്റികളിൽ പലർക്കും ധാരണയില്ല. ഈ ദൗർബല്യം കേരളത്തിലെ എല്ലാ ഘടകത്തിലുമുണ്ട്. ഇത്രയും കനത്ത പരാജയം മുൻകൂട്ടി കാണുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടുവെന്നും നേതൃത്വം തുറന്ന് സമ്മതിച്ചിരുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അതായത് പി രാജീവിനെ പോലെയുള്ള നേതാക്കൾ CPMനും അതുപോലെ തന്നെ MV ഗോവിന്ദൻ, പിണറായി വിജയൻ ഇവർക്കെതിരെയൊക്കെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ ഫലമായിരുന്നു ബാക്കി എല്ലാ നേതാക്കളും അനുഭവിച്ചത്. അതായത് സ്ഥാനാർത്ഥികളായി നിന്നവരെല്ലാം ആടപടലം 8 നിലയിൽ പൊട്ടി ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പി രാജീവൊക്കെ മികച്ച നേതാക്കളാണ്. എന്നിട്ട് പോലും അവരൊക്കെ തോറ്റു തുന്നം പാടിയത് പിണറായി വിജയനോടുള്ള എതിർപ്പാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും തിരിച്ചടിച്ചത്. ഇപ്പോൾ രാജീവ് അത് തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് LDFന്റെ ക്യാപ്റ്റൻ തന്നെ അബദ്ധമായിരുന്നുവെന്ന് പി രാജീവ് തുറന്നു പറയുമ്പോൾ ക്യാപ്റ്റൻ തന്നെ അബദ്ധമാണ് എന്നുള്ള പറയാതെ പറച്ചിലാണ്. പയ്യന്നൂരും തളിപ്പറമ്പിലും പാളിയെന്ന് CPM ഇപ്പോൾ തുറന്നടിക്കുന്നുണ്ട്. തോൽവിയുടെ കാരണം വാട്സാപ്പിൽ അറിയിക്കാം എന്നൊക്കെയാണല്ലോ MV ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടി യോഗങ്ങളിൽ പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്തുന്നില്ല, പിന്നെ വാട്സാപ്പിൽ ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കാനാണ് എന്ന് ഗോവിന്ദനെ വലിച്ചു കീറിക്കൊണ്ടാണ് പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയത്തിന് പാർട്ടി കണ്ടെത്തിയ 12 കാരണങ്ങളുണ്ട്. SIR ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ ആശങ്ക കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും CPMനെതിരെ ഉപയോഗിച്ചു. SIR നടപ്പാക്കുന്നത് പിണറായി വിജയനാണെന്ന കുപ്രചാരണം ന്യൂനപക്ഷത്തെ ഇടത് ചേരിയിൽ നിന്ന് അകറ്റിയെന്നാണ് ഒരു കണ്ടെത്തൽ. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം നടത്തിയെന്ന്, അതാണ് മറ്റൊരു കണ്ടെത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ BJPക്ക് 6% വോട്ട് കുറഞ്ഞു. ഈ വോട്ട് 30 മണ്ഡലങ്ങളിൽ UDFന് ലഭിച്ചു. കോൺഗ്രസും BJPയും പണമൊഴുക്കി. BJP ക്ഷേത്ര ഭാരവാഹികളെ സ്വാധീനിച്ചു. വോട്ടർമാരുടെ ബാങ്ക് വായ്പകൾ അടച്ചു തീർത്തു. സർക്കാരിന്റെ നേട്ടം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടത്തിയ കള്ളപ്രചാര വേല വേണ്ടത്ര പ്രതിരോധിക്കാനായില്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. തീരുമാനം അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റിക്കും പിഴച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ വേണ്ടത്ര ഊക്കോടെ പാർട്ടി തള്ളിപ്പറഞ്ഞില്ല എന്ന തോന്നൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ രൂപപ്പെട്ടു. ഇത് സംശയം ദൂരീകരിക്കാനായില്ല. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തിരിച്ചടിയായി. സംഗമം സർക്കാരിൻ്റെതാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടതും തിരിച്ചടിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ തുടക്കത്തിൽ തന്നെ പാർട്ടി കർശന നടപടി എടുത്തില്ല എന്ന പ്രചാരണം LDFനെ ബാധിച്ചു. താഴെ തട്ടുവരെ പാർട്ടിക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ടായി. 10 വർഷമായ സ്ഥിതിക്ക് ഇനി മാറ്റം വരട്ടെ എന്ന ചില
സാഹിത്യ നായകരുടെ അഭിപ്രായ പ്രകടനം ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചു. ഇങ്ങനെ നീളുകയാണ് തോൽവിയുടെ കാരണങ്ങൾ CPM കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും പിണറായി വിജയനും MV ഗോവിന്ദനും പിഴച്ചു എന്ന് ഒരു വാക്ക് എഴുതി ചേർക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? ഇല്ല. പക്ഷേ താഴെ തട്ടിൽ നിന്ന് എല്ലാവരും കൃത്യമായി നേതൃത്വത്തിന് തെറ്റുപറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചു. MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും പേരെടുത്ത് വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ വിമർശനങ്ങൾ അത്രയും. പക്ഷേ അത് അങ്ങ് നേതൃത്വത്തിന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ഒക്കെ പേര് വെട്ടി. എല്ലാം സംഘടനാപരമായ ദൗർബല്യമാക്കി അങ്ങ് മാറ്റി. അടപടലം പൊട്ടി പാളീസായത് പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിനകത്തിൽ കണ്ടെത്തിയിരിക്കുന്ന, അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാരാണ് എന്നുള്ള തോന്നലുണ്ടായെന്ന്. എങ്ങനെയാ തോന്നൽ ഇല്ലാതിരിക്കും? ദേവസ്വം ബോർഡായിരുന്നു പരിപാടി നടത്തിയിരുന്നതെങ്കിൽ ദേവസ്വം ബോർഡുകാരായിരിക്കേണ്ടേ വേദിയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ നിറഞ്ഞു നിന്നത് ആരാണ്? പിണറായി വിജയനായിരുന്നു. കണ്ട ഫ്ലെക്സിലെല്ലാം പിണറായി വിജയന്റെ തലയായിരുന്നു. മാത്രമല്ല വേദിയിൽ കൈ ഉയർത്തിപ്പിടിച്ച് നിന്നത് ആരൊക്കെയാണ്? പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും. പിന്നെ എങ്ങനെയാണ് ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയായി ജനങ്ങൾ കാണുന്നത്? സർക്കാരിന്റെ പരിപാടി തന്നെയായിരുന്നു. അത് അടപടലം പൊളിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് കൊണ്ടിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് എല്ലാവരും പലതും വെട്ടിത്തുറന്ന് പറയുന്നത്. MV ഗോവിന്ദനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് ഇപ്പോൾ MA ബേബി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നു എന്നാണ് ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബി വിമർശനം നടത്തിയത്. ഈ ബേബിയോട് ചോദിക്കാനുള്ളത്, തളിപ്പറമ്പിൽ ശ്യാമളയെ നിർത്തണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോൾ എന്തുകൊണ്ട് അന്ന് നിങ്ങൾ അതിനെ എതിർത്തില്ല? ഇന്നിപ്പോൾ തള്ളിപ്പറയുന്ന ഈ ഒരു വീറും വാശിയും അന്ന് എന്തുകൊണ്ട് കാണിച്ചില്ല?